അമ്മ അതെന്തായി തുറക്കാം? തുറന്നു നോക്കൂ. ബരബേഷ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയിലും ആഡ് ചെയ്യാം അല്ലേ? എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്. ഓക്കെ. ബലേബേഷ്. എന്നാ ചപ്പാത്തി ഉണ്ടാക്കാം. തുടങ്ങാം. ഓക്കെ. ആ സ്പൂണ് തിന്നണ്ട ഇനി. അതെ. ഓക്കെ ഓക്കെ. എന്തോ കിട്ടിയിട്ടുണ്ട്. എന്തോ കളിയാക്കാനുള്ളതാ. കൊള്ളാം. എന്തോ പൊട്ടത്തരം പറയും. ആ പൊട്ടത്തരം പറയൂ, കേക്കട്ടെ. നമ്മുടെ ഓക്കെ, ഞങ്ങളുടെ പറമ്പിലുണ്ടായ കാന്താരിമുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓംപ്ലേറ്റ് റോസ്റ്റ്. അപ്പം നമ്മളിനി ടേസ്റ്റിംഗ് നടത്താൻ പോവാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? ഓംലേറ്റ് റോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. തക്കാളി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാ അല്ലേ? കറിവേപ്പില, ഓക്കെ, കോഴിമുട്ട, ഉപ്പ്, ഇതെന്താ ഗരം മസാല? ആ ഓക്കെ. അപ്പൊ ഇതെന്തിനാ ഈ ബൗൾ ഇങ്ങനെ വെച്ചത്? കോഴിമുട്ട ഉടയ്ക്കാൻ വേണ്ടിട്ട് ആണല്ലേ? ഓക്കെ. 4 ദിവസം മുമ്പ് നമ്മളൊരു വേറൊരു വെറൈറ്റി സ്റ്റൂ കോഴിമുട്ടേന്റെ വെള്ള നിറത്തിലുള്ള സ്റ്റൂ. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചത് അല്ലേ? മസാല വേർഷൻ. ഓക്കെ, അപ്പം നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. 2 ടേബിൾ സ്പൂൺ. ഓക്കെ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്? കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വരട്ടെ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഓക്കെ, അതും ആഡ് ചെയ്തു. ഇന്ന് മൂത്ത് വരട്ടെ. ബസ് കാണിച്ചു പച്ചമുളകും സവാള ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, ഇതിൻ്റെ പച്ചമണം മാറാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടേക്ക് കൊണ്ടുവച്ചു അല്ലേ? എന്നാൽ നമുക്ക് ആ കോഴിമുട്ട പൊട്ടിച്ചാലോ? ഓക്കെ, എന്നാൽ നമ്മൾ അടുത്തത് ഇടുമ്പോൾ പറയണേ. ഓക്കെ, അമ്മ അവിടെ ഇളക്കുന്നുണ്ട്. എന്തെങ്കിലും ഇടാനായോ? എന്നാൽ അച്ഛൻ ഇത് ചെയ്തോളൂ, ഞാൻ അവിടെ കാണിച്ചിട്ട് വരാം. പച്ചമുളക് ആഡ് ചെയ്യണേ. ഓക്കെ, പച്ചമുളക് ആഡ് ചെയ്തു. ഓക്കെ, സവാളയും ആഡ് ചെയ്തു. ഇതൊന്ന് മൂത്ത് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മൾ 3 കോഴിമുട്ടയും ഉണ്ണി പൊട്ടാണ്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഉണ്ണി പൊട്ടിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലേ? കടമ. ഉണ്ണി പൊട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അല്ലേ? നല്ല മണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. മുളക് പൊടി ഇവിടെ ഇരിക്കുന്നുണ്ട്, തക്കാളി ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ, മറ്റു പൊടികൾ അവിടെ. ഓക്കെ, നടക്കട്ടെ. എന്താമ്മ? മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പോവാ. ഓക്കെ, അത്രയും മതി അല്ലേ? ഇനിയോ? മുളക് പൊടി ഇവിടെ ഉണ്ട്.
ആവശ്യത്തിനനുസരിച്ച് കൂടണനുസരിച്ച് കൂട്ടാം. ഓ ആളുകൾക്ക് ഞാൻ പിടിക്കാം. ഇട്ടോളൂ, കൈ സ്പൂണുണ്ട്. മുളക് പൊടി ഇട്ട് അത്രയും മതി. നല്ല എരിവുള്ള മുളകാ. ഓക്കെ, വഴണ്ട് വരട്ടെ. ഗരം മസാല കുറച്ചിട്ടു. ഗരം മസാല ഇടൂ അസിസ്റ്റന്റ്. ഗരം മസാല പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടു. മസാലകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെരുംജീരകം വറുത്ത് പൊടിച്ചതാ. നമ്മളിവിടെ പെരുംജീരകം ഫാൻസാണ്. എല്ലാറ്റിലും ഉണ്ടാവും ഒരു പെരുംജീരകം വറുത്ത് പൊടിച്ചിടുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. മലപ്പുറം ഏരിയയിൽ പെരുംജീരകം നന്നായിട്ട് ഇത് ഉപയോഗിക്കും. ആണല്ലേ? ഇറച്ചിയിലൊക്കെ മാക്സിമം പെരുംജീരകം ഇല്ലാത്തൊരു പരിപാടി ഉണ്ട്. തക്കാളി ഇടണ്ടേ? തക്കാളിയായോ? ഓക്കെ, ഇതിന്റെ പച്ചമണം മാറാൻ നിൽക്കാൻ എന്താ തിരിച്ച് പറയൂ. കമോൺ, എന്തോ കിട്ടിയിട്ടുണ്ട്. എന്തോ കളിയാക്കാനുള്ളതാ. കൊള്ളാം. എന്തോ പൊട്ടത്തരം പൊട്ടത്തരം പറയൂ, കേക്കട്ടെ. ഓക്കെ, കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, തക്കാളി പോകുന്നു. 2 തക്കാളിയാണേ. 2 ഫുൾ തക്കാളിയാണ്. തക്കാളി ശരിക്കും ഉടഞ്ഞിട്ട് ഒരു ക്രീം പരിവാണ്. ക്രീം ആവണം അല്ലേ? ക്രീം പരിവാകുമ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം അത് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ വെള്ളത്തെ നമ്മൾ അതിൽ കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തതിന് ശേഷം പിന്നെ അടുത്ത പരിപാടിയാണ്. മാറിയോ? ഓക്കെ, മെയിൻ ഷെഫിന് കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അച്ഛൻ ഒരു 1/2 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അച്ഛൻ പറഞ്ഞ ക്രീമി ആയില്ലേ? ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതിനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഓക്കെ, വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇനി ഞാൻ കുറുകി വരുന്നതിന് ശേഷം നമ്മൾ ഇതിൽ 3 ഹോൾ ഉണ്ടാകും. ഓക്കെ, എന്നിട്ട് അവർ നമ്മൾ ആ മുട്ട ഒഴിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഓരോ 3 എത്ര ഹോൾ, അത്ര കോഴിമുട്ട ഉണ്ടോ അത്ര ഹോൾ ഉണ്ടാക്കണം. ഓക്കെ, 4 4 ഹോൾ ഉണ്ടാക്കാം. അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഹോൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, 3 ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൊട്ടിച്ച കോഴിമുട്ട ഓരോന്നോരോന്നായിട്ട് ഒഴിക്കും അല്ലേ? അവിടെ. ഓക്കെ, ഒരുത്തനെ ഒഴിച്ചു. അടുത്തത് ഇവിടെ ഒഴിക്കും. ഓക്കെ, ഇതാ നെക്സ്റ്റ്. അടുത്തവനെ ഒഴിച്ചു. അടുത്തത് നമ്മൾ ഇവിടെ. ഓക്കെ, ഞാൻ ഒഴിക്കണോ? വേണ്ട. ഓക്കെ, പേടിയാ അന്ത ഭയം. അപ്പം 3ാമത്തവനെ ഒഴിച്ചു. ഓക്കെ, ഇനി ഇതൊന്നും കൂടി കുക്ക് ആവാനുണ്ട്. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യും അല്ലേ? ഓക്കെ, വേണമെങ്കിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആണല്ലേ? ഓക്കെ, കാരണം അതിലേക്ക് തളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം അതിന് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കോഴിമുട്ട ഒഴിക്കാം അല്ലേ? അതിനുശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലേക്ക് അടച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് അടച്ച് വെക്കാം. ഓക്കെ, അടച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ചപ്പാത്തിക്ക് നമ്മളെ ഈ കറി. ഓക്കെ, അപ്പോൾ ഡിന്നറിന് ഞങ്ങൾക്ക് ഇന്ന് ചപ്പാത്തി കേട്ടോ. അപ്പോൾ ഒരു പിടുത്തം പിടിക്കാം. അതെ, കണ്ട് വേവാനുണ്ട്. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലേ? ഓക്കെ, അപ്പം എന്നാൽ ക്ലീനിങ് തുടങ്ങല്ലേ? ക്ലീനിങ്ങിന്റെ പരിപാടി സഹിക്കില്ല. അതാ പിടിക്കാം. ഓക്കെ, അപ്പൊ അത് വേവുന്നുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ ഓക്കെ, ഞങ്ങളുടെ പറമ്പിലുണ്ടായ കാന്താരിമുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ മല്ലിയില അരിയുന്നുണ്ട്. നമ്മുടെ കോഴിമുട്ടയുടെ ഓംപ്ലേറ്റ് റോസ്റ്റിൻ്റെ മേളിലിടാൻ. അമ്മ അതെന്തായി തുറക്കാം? ഒന്ന് തുറന്നു നോക്കൂ. ബരേ ബേഷ്.
നിങ്ങൾക്ക് ഇതിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോഴിമുട്ട ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ 3 ആളായതുകൊണ്ട് പിന്നെ അപ്പൊ ഞാൻ ഇതിന്റെ മേലെ വേണ്ടി കേട്ടോ ആഹാ സ്വല്പം ഒരു കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആഡ് ഫുൾ ചെയ്യുന്നുണ്ട്. സൈ ആണല്ലോ സംഭവം. ഓക്കെ. അപ്പൊ അതിന്റെ മേലെ സ്വല്പം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയിലും ആഡ് ചെയ്യാം അല്ലേ? ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ മല്ലിയില ഇട്ടു മല്ലിയില ഓഫ് ആഡ് ചെയ്യാം. ആക്കട്ടെ. ഓഫാക്കി. ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ മല്ലിയില ഒന്ന് അരിഞ്ഞ് വെച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഭലേ ബേഷ്. എന്നാ ചപ്പാത്തി ഉണ്ടാക്കാം. തുടങ്ങാം. ഓക്കെ. ഓക്കെ. കണ്ട ഗൈസ്, കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓംപ്ലേറ്റ് റോസ്റ്റ്. അപ്പം നമ്മളിനി ടേസ്റ്റിംഗ് നടത്താൻ പോവാണ്. എല്ലായി. നോക്കട്ടെ ചെറിയൊരു ടേസ്റ്റിന്. ചൂട് നോക്കണേ. നോ പ്രോബ്ലം. എന്നിട്ട് വിടുന്നുണ്ടോ? അത്ര ചൂടൊന്നുമില്ല. അടിപൊളി, സൂപ്പർ സാധനം. അപ്പം എന്നാൽ ചപ്പാത്തി പണി തുടങ്ങാം. കൊള്ളാം, അടിപൊളി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണേ. ഓംലെറ്റ് റോസ്റ്റ്. ചപ്പാത്തിക്ക് ചോറ് ചപ്പാത്തി, ദോശ, ദോശയ്ക്ക് ആ. ചോറിനും നല്ലതാണ്. ചോറിനും അടിപൊളിയായിരിക്കും. കുറച്ചും കൂടി ഗ്രേവി ഉണ്ടായാൽ മതി. ഇത്രയും ഡ്രൈ ആക്കണം എന്നില്ല. ഇത് ചപ്പാത്തിക്കാണ് അടിപൊളി, സൂപ്പർ. ദോശയ്ക്കും പിടിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു രക്ഷയുണ്ടാവില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് പറയുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ. ബൈ. ബൈ ഗൈസ്. അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണേ. അടിപൊളി സാധനം. ഒന്നും കൂടി ഞാൻ തുറക്കാം. തീർച്ചയായിട്ടും ചെയ്യണം. യാ വാ. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. ചിലവർക്ക് ഇത്രയും വേവ് വേണ്ടി വരില്ല. ഓംലേറ്റ് മാറ്റി തന്നെ കിട്ടും. അതെ, അത് വേവ് ഇത്രയും വേവ് ആവുന്നതിനും മാറ്റിയാൽ കറക്റ്റ് ഓംലേറ്റ് പരുവം കിട്ടും അല്ലേ? ഓക്കെ. ജസ്റ്റ് നാവുന്നേ പോകുന്നില്ല. ആ സ്പൂണ് തിന്നണ്ട ഇനി. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ചെയ്ത് നോക്കണേ.